ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിവേകപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ രേവതിയോട് ഇക്കാര്യത്തെപ്പറ്റി ചോദിക്കുകയോ അവളെ വീണ്ടും ടോർച്ചർ ചെയ്യുകയോ ചെയ്യരുത്. കാരണം അവൾക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടാവാൻ കാരണമായത് തന്നെ അവളുടെ രഹസ്യമാകുന്ന ആ പ്രശ്നം, ആ കാരണം നിങ്ങളും ഈ ലോകവും അറിയുമോ എന്നുള്ള പേടിയാണ്. മിസ്റ്റർ രഘു, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ 100,000 പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അവയിൽ ചിലത് പത്രമാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അവൾക്ക് സപ്പോർട്ടായി മീഡിയ ഉണ്ടാകും, സാംസ്കാരിക സംഘടനകൾ ഉണ്ടാകും, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകും. അങ്ങനെ ഈ ലോകം മുഴുവനും അവളുടെ കൂടെ നിന്ന് കുറ്റവാളികളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും. എന്നിട്ടോ ഇതെല്ലാം കെട്ടടങ്ങി കഴിയുമ്പോൾ അവളെ അവളുടെ സ്ഥലപ്പേര് കൂട്ടി അവര് വിളിക്കുകയും ചെയ്യും. പിന്നീട് ഈ പെൺകുട്ടിയുടെ ഭാവി എന്താകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവൾക്ക് നാളെ പരസ്യമായി റോഡിൽ കൂടെ നടക്കാൻ പോലും പറ്റില്ല. ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുടെ സിറ്റുവേഷൻ മാറ്റി, നിങ്ങൾ പറഞ്ഞത് വെച്ച് നിങ്ങളുടെ താമസ സ്ഥലമോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറോ മാറ്റുക. രേവതിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ആരും അറിയരുതെന്നാണ്. അറിയാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ചിന്തിക്കൂ. നിങ്ങളുടെ മകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ അങ്ങ് കരുതുക. ഈ കുടുംബത്തിന് താങ്ങും തണലും നിങ്ങൾ മാത്രമാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിയമത്തിന്റെ വഴിയിലൂടെ പോയാൽ മകളുടെ ഭാവി, മറ്റേതെങ്കിലും രീതിക്ക് പോയാൽ നിങ്ങളുടെ കുടുംബം. ചിന്തിക്കുക, വിവേകത്തോട് ചിന്തിക്കുക. ഗോഡ് ബ്ലസ് യു.